ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളൊരു 12 ദിവസത്തിൽ കൂടുതലായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയിട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, 4 മാസത്തിന് ശേഷം അനു വീണ്ടും തിരിച്ച് ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോവുകയാണ്. കുറെ ദിവസം മുന്നേ തന്നെ പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാധനങ്ങളെല്ലാം ടേബിളിലും ബെഡിലൊക്കെ ആയിട്ട് നേരത്തെ വാരി എന്നിട്ട് ഒന്നേന്നും പറഞ്ഞു തുടങ്ങി. ഒരു സെമസ്റ്ററും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവരെല്ലാരും ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കാനാണ് കേട്ടോ പ്ലാൻ. സോ കുക്കിംഗ് ഒക്കെ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഈ എല്ലാ കണ്ടെയ്നേഴ്സിനകത്തും മസാലപ്പൊടികൾ ഇട്ട് വെച്ചേക്കുന്നത്. ആ സമയം കൊണ്ട് അനു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഒക്കെ ഫയലിനകത്ത് വെക്കുമായിരുന്നു. ട്രോളിയിൽ ഡ്രസ്സസ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അബ്രോഡ് പോകുന്നവരുടെ റൂമിലെ അവസ്ഥ ഏതാണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇപ്പൊ എടുക്കുന്ന വീഡിയോസ് ഒക്കെ കുറെ നാൾക്ക് മുന്നേ ഞാൻ എടുത്തു വെച്ചിരുന്നതായിരുന്നു. ഈ കാണുന്ന ഫോട്ടോ ഫ്രെയിം കണ്ടോ, ഇതൊരു പെൻസിൽ ഡ്രോയിങ് ആണ് കേട്ടോ. അനുവിന്റെ ഒരു ഫ്രണ്ട് ചെയ്ത് കൊടുത്തതാണ്. സോ നമുക്ക് ബാക്കി വിശേഷങ്ങളോട്ട് പോവാം. ഇപ്പൊ കാണുന്ന വീഡിയോസ് എല്ലാം അനു പോകുന്നതിന്റെ തലേ ദിവസം രാത്രിയുള്ളതാണ് കേട്ടോ. മന്തിയോ? ക്യാമറ നോക്ക് ഫോണിൽ ചിരിയേ. അപ്പൊ പോകുന്നതിന്റെ തലേ ദിവസം പെട്ടിയെല്ലാം റാപ്പ് ചെയ്യാനുള്ള ജോലിയേ ഉള്ളായിരുന്നു. റാപ്പ് ചെയ്യാതെയും റാപ്പ് ചെയ്തിട്ടും വെയിറ്റ് എല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണമായിരുന്നു. ഒരു പെട്ടി ഓൾറെഡി പാക്ക് ചെയ്ത് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു ട്രോളിയും കൂടെ അനുവും കാത്തു ചേച്ചിയാണ് കേട്ടോ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. മന്തി റൈസ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഏത്തക്ക പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, ചപ്പാത്തി, ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി പോയിട്ട് വാന്ന് പറ, വേഗം വരണേന്ന് പറ. അമ്മ പോലെ മോനെ കൊണ്ടുപോ. അനു അവളെന്തോ ചാഞ്ഞു കിടക്കുന്നു അതിനകത്ത്. ഓടി, നാളെ സ്കൂളുണ്ടടി. അപ്പൊ ഗൈസ് നമുക്ക് പോവാം. സജീറൊക്കെയാണ് വന്നേക്കുന്നത് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. എന്തോ ഇങ്ങനെ ഇരിക്കുന്ന അമ്മയ്ക്ക് ചെറിയൊരു പനിയൊക്കെ അടിച്ചിട്ടിരിക്കും കേട്ടോ. അത് ആ മുഖം ഇങ്ങനെ ക്രിഞ്ചിരിക്കുന്നത്. വിഷമമുണ്ടോ അനു പോന്നതിന്? അനു ഉള്ള ലാസ്റ്റ് വ്ളോഗ്. ഇനി കുറേ നാൾക്ക് ശേഷമുള്ള അനു വരുന്നത്. കുറേ നാൾക്ക് ശേഷമേ വരുത്തോള്. പോവാൻ ഇറങ്ങാം. ഓക്കെ ഗൈസ്, അങ്ങോട്ട് പോവാം. ഇനി 2 കണ്ണീര്. കറക്റ്റ് ഒരു എയർപോർട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിട്ട് ഗൈസ് ഷൂ ഒക്കെ ഇടുന്നു കേട്ടോ. സജീറൊക്കെ വന്നേട്ടോ. ഹായ്, സജീറൊക്കെ വന്ന് പോവാണോ? ടാറ്റ ഗൈസ്. നമ്മൾ 12:03 വീട്ടിൽ നിന്ന് ഇറങ്ങി. ബാക്ക്ഗ്രൗണ്ടിൽ പട്ടി കുറെ കാണും. ഇപ്രാവശ്യം അനുവിൻ്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി അവള് വണ്ടി ഓടിക്കുന്നു. സജീറൊക്കെ സൈഡിൽ ഇരിക്കുന്നു. അപ്പം നമുക്ക് അങ്ങോട്ട് ചെന്നിട്ടൊക്കെ കാണാം. അങ്ങനെ എയർപോർട്ടിലെത്തി. ഗൈസ്, ഇന്ന് കുറേ തിരക്കുണ്ടോ, മൊത്തം ആൾക്കാർ.
വെളുപ്പിനെ 4:50 ഫ്ലൈറ്റ് ടൈം. കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു, ട്രിവാൻഡ്രം ടു ഷാർജ, ഷാർജ ടു ഉസ്ബെക്കിസ്ഥാൻ. അനു ആകെ ഈ 2 വീഡിയോസേ എനിക്ക് അയച്ചു തന്നോളൂ. അപ്പോൾ ഗൈസ്, അനു കയറി എയർപോർട്ടിൻ്റെ ഉള്ളിൽ. ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങി, ഇമിഗ്രേഷനും കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങുക, വീട്ടിലോട്ട് പോവാം. എനിക്ക് ഉറക്കം വന്നിട്ട് 2:30 കഴിഞ്ഞു. നാളെ കോളേജിൽ പോകണം. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അതിന് പോകുന്നത്, പാക്ക് ചെയ്യുന്നത് എല്ലാം കൂടെ ചേർത്തൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വ്ലോഗ്. ഗൈസ്, ഇത് കണ്ടോ? ഞാൻ ഇപ്പോൾ എഴുതിയതാ. ഇപ്പം എല്ലാം ഓക്കെ ആയി ഗൈസ്. അയ്യോ, സജീറൊക്കെ ലൈറ്റ് ഓഫ് ആക്കിയേ കേട്ടോ.